കർത്താവിൻ്റെ ധന്യ തിരുനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട നല്ല ഈ പ്രഭാത സമയത്തിനായി ദൈവത്തെ സ്തുതിക്കുന്നു. ട്രംപറ്റ് മീഡിയ എന്ന് പറയുന്ന ഈ ചാനലിലൂടെ എന്നെ ശ്രദ്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ വന്ദനത്തെ അറിയിക്കുകയാണ്. ഇന്ന് രാവിലെയും നിങ്ങളോടൊപ്പം ദൈവവചനവുമായി ആയിരിക്കാൻ സ്വർഗത്തിലെ ദൈവം നൽകിയ ബലപ്പെട്ട അവസരത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഇന്ന് രാവിലെ അല്പസമയം നാം ചിന്തിക്കുവാൻ ആഗ്രഹിക്കുന്ന വിഷയം, നമ്മെ ലക്ഷ്യത്തിലെത്തിക്കുന്ന ഒരു നല്ല കർത്താവ് നമുക്കുണ്ട്. പലരും നമ്മുടെ ലക്ഷ്യമില്ലാതാക്കാൻ ശ്രമിക്കുന്നവരാണ്. ഏതൊരു മനുഷ്യൻ്റെ ജീവിതത്തിലും അവനൊരു ലക്ഷ്യമുണ്ട്, ലക്ഷ്യബോധമുണ്ട്. എന്നാൽ നമ്മുടെ ലക്ഷ്യത്തിൽ നമ്മൾ തന്നെ എത്തുകയല്ല, ദൈവം നമ്മെ എത്തിക്കുകയാണ്. ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്ന ചില ലക്ഷ്യങ്ങളുണ്ട്, ദൈവത്തിൻ്റെ പദ്ധതികളുണ്ട്. അതിലേക്കാണ് നാം അടുത്ത് വരേണ്ടത്. ഇന്ന് ഈ രാവിലെ സമയം എനിക്ക് ഈ തിരുവചനത്തിനോട് അർപ്പിക്കാനുള്ളത്, നമ്മുടെ ലക്ഷ്യം തെറ്റിയുള്ള യാത്രയിൽ നിന്നും നമ്മെ ലക്ഷ്യത്തിലെത്തിക്കാൻ കർത്താവിന് മാത്രമേ കഴിയത്തുള്ളൂ. മത്തായിയുടെ സുവിശേഷം 14-ാം അധ്യായം പഠിക്കുമ്പോൾ യേശു തമ്പുരാൻ പറഞ്ഞു വിട്ട് ശിഷ്യന്മാർ പടകിൽ കയറി തനിക്ക് മുൻപായി അക്കരയ്ക്ക് പോകാൻ അവർ നിർബന്ധിച്ചു. നമുക്കറിയാം, 5 അപ്പവും 2 മീനും കൊണ്ട് പുരുഷാരത്തെ പോഷിപ്പിച്ച അനന്തരം 12 കൊട്ടം നിറച്ചെടുത്തു. ഇതിനുശേഷം പുരുഷാരത്തെ പറഞ്ഞയക്കുന്നതിനിടയിൽ യേശു അവരോട് പെട്ടെന്ന് പറഞ്ഞു, നിങ്ങൾ അക്കരയ്ക്ക് പോകും, തനിക്ക് മുമ്പായിട്ട്. ശിഷ്യന്മാരൊരിക്കലും പ്രതീക്ഷിക്കാത്ത ഒരു വാക്ക്. ക്ഷീണിതരായി നിൽക്കുന്നവരെ നോക്കി യേശു തമ്പുരാൻ പറയുക, അക്കരയ്ക്ക് പോകാൻ. എന്നാൽ അവർ ഗുരുവിൻ്റെ വാക്കിനെ ഒരിക്കലും നിരസിക്കാത്തത് കൊണ്ട് യേശു തമ്പുരാൻ പറഞ്ഞ വാക്കിനെ അവർ മാനിച്ചെന്ത് ചെയ്തു? തനിക്ക് മുൻപായി അക്കരയ്ക്ക് പോകാൻ പടകിൽ കയറി. എന്നിട്ട് യേശുവോ പുരുഷാരത്തെ പറഞ്ഞയച്ചിട്ട് പ്രാർത്ഥിക്കാനായിട്ട് തനിയെ മലയിൽ കയറിപ്പോയി. വൈകുന്നേരമായപ്പോൾ ലേഖനായി അവിടെ ഇരുന്നു. അപ്പോൾ ശിഷ്യന്മാർ കയറിയ പടക് കരവിട്ട് പല നാഴിക ദൂരത്തായി. ആ സമയത്ത് കടലിൽ കാറ്റ് ശക്തമായി പ്രതികൂലമായി അടിച്ച് തിരകൾ കൊണ്ട് വലയുന്ന ഒരു സാഹചര്യമുണ്ടായി. ഇപ്പോൾ യാത്രയിലെ 4-ാം യാമം, നമുക്കറിയാം പ്രഭാതയാമമാണ്. ഒരു യാത്രയ്ക്ക് 4 യാമങ്ങളുണ്ട്. അതിലെ 4-ാം യാമത്തിലേക്ക് എത്തപ്പെട്ടപ്പോൾ ദീർഘമണിക്കൂറുകൾ പടകിൽ കിടന്ന് വളരെ കഷ്ടപ്പെടുന്ന രാത്രിയിലെ പ്രതികൂലമായ സാഹചര്യങ്ങൾ, ക്ഷീണം ഭവിച്ച ശരീരം, മനസ്സ്, ഉറക്കം തളം കെട്ടി നിൽക്കുന്ന അന്തരീക്ഷം, ഉറങ്ങാൻ കഴിയുന്നില്ല. കാറ്റ് പ്രതികൂലമായി, കടൽ ക്ഷോഭിക്കുന്നു, കാറ്റ് പ്രതികൂലമായി നിൽക്കുന്ന സാഹചര്യം. എന്നാൽ ആ 4-ാം യാമത്തിൽ യേശു തമ്പുരാൻ കടലിൽ കൂടെ നടന്ന് തൻ്റെ ശിഷ്യന്മാരുടെ അടുക്കിലേക്ക് വരികയാണ്. അവർക്ക് യേശുവാണ് വരുന്നതെന്ന് മനസ്സിലായില്ല. അവർ പറയുന്നൊരു ഭൂതമെന്ന് പറഞ്ഞ് നിലവിളിച്ചു. യേശു തമ്പുരാൻ പറഞ്ഞു, ധൈര്യപ്പെടുവിൻ, ഞാനാണ്. പ്രൈസ് ദി ലോർഡ്, ഞാനാണ്. അത് കേട്ടപ്പോൾ അവർക്ക് ഒത്തിരി സന്തോഷം തോന്നി. കാരണം നമ്മളെ കൈവിടുന്നൊരു ദൈവമല്ല യേശു. പ്രതികൂല സാഹചര്യങ്ങൾ വരുമ്പോൾ അതിന് നടുവിലേക്ക് ഇറങ്ങി വന്ന് തൻ്റെ ജനത്തോട് സംസാരിക്കുന്നവനാണ് കർത്താവ്. നമുക്കറിയാം, യേശുവിൻ്റെ ശബ്ദം കേട്ടപ്പോൾ പത്രോസ് യേശുവോട് പറഞ്ഞു, നീ ആകുന്നെങ്കിൽ ഞാൻ നിൻ്റെ അടുക്കൽ കടലിൽ കൂടെ നടന്നു വരാൻ ആഗ്രഹിക്കുന്നു. യേശു അനുവാദം കൊടുത്തു. പത്രോസ് ഇറങ്ങി കടലിൽ കൂടെ നടക്കാൻ തുടങ്ങി. കാറ്റ് കണ്ട് പേടിച്ചു. അവൻ വെള്ളത്തിൽ താഴാൻ തുടങ്ങിയപ്പോൾ യേശുവെ രക്ഷിക്കണമെന്ന് പറഞ്ഞപ്പോൾ യേശു അവനെ കൈപിടിച്ചുയർത്തി. അവരിരുവരും പടകിൽ കയറിയ മാത്രയിൽ കാറ്റമർന്നു, കടൽ ശാന്തമായി. ശിഷ്യന്മാർ ആശ്ചര്യപ്പെട്ടിട്ട് പറഞ്ഞു, നീ ദൈവപുത്രനാണ് സത്യം എന്ന് പറഞ്ഞവനെ നമസ്കരിച്ചു. ശിഷ്യന്മാർ അക്കരെ എത്തത്തില്ല എന്നവർ പ്രതീക്ഷിച്ചിരുന്നു. അവരുടെ ജീവിതം കടലിൽ അവസാനിക്കുമെന്ന് ചിന്തിച്ചിരുന്ന സമയത്ത് ഒരു പോറൽ പോലും ഏൽക്കാതെ അവരെ ലക്ഷ്യത്തിലെത്തിച്ച നമ്മുടെ കർത്താവ്
പ്രൈസ് ദി ലോർഡ്. നമുക്കറിയാം, വിശുദ്ധ തിരുവെഴുത്ത് പിടിച്ചാൽ ധന്യനായിരിക്കുന്ന പൗലോസ്ലീഹ, കർത്താവിൻ്റെ ദാസനായ പൗലോസ്ലീഹയോട് ദൈവം പറഞ്ഞു, ധൈര്യപ്പെടുവീൻ, നിന്നെ കൈസറുടെ മുമ്പിൽ നിർത്തും. അതിൻ്റെ അർത്ഥം, ദൈവം ഒരു വാക്ക് പറഞ്ഞാൽ അത് പാലിക്കുന്നൊരു ദൈവമാണ് നമ്മുടെ ദൈവം. മറ്റ് തടവുള്ളികളോടൊപ്പം പൗലോസിനെ ബന്ധിച്ച് കപ്പലിൽ യാത്ര ചെയ്ത് മുന്നോട്ട് പോകുമ്പോൾ നമുക്കറിയാം, അവിടെ ആ രാത്രിയിലുണ്ടായ അനുഭവങ്ങൾ, ആ ദിവസങ്ങളുടെ അനുഭവങ്ങൾ, സൂര്യനെയോ ചന്ദ്രനെയോ കാണാതെയുള്ള ദിവസങ്ങൾ, ആശയൊക്കെ നഷ്ടപ്പെട്ടു പോയ സാഹചര്യങ്ങൾ. പക്ഷേ പൗലോസിൻ്റെ ഉള്ളിലൊരു വാഗ്ദത്തം കിടപ്പുണ്ട്, നിന്നെ റോമിലെത്തിക്കുമെന്നുള്ളത്. പ്രിയപ്പെട്ടവരെ, എത്ര വലിയ പ്രതികൂലമാണെങ്കിലും പ്രതിസന്ധികളാണെങ്കിലും ജീവിതത്തിൽ ഒരിക്കലും സാധിക്കത്തില്ല എന്ന് വിചാരിച്ചിരിക്കുന്ന വിഷയമാണെങ്കിലും തമ്പുരാൻ പറയുന്നൊരു ദൂതുണ്ട്, നിന്നെ എത്തിക്കേണ്ടടുത്ത് അവൻ എത്തിച്ചിരിക്കും. നീ റോമിലെത്തുമെന്നുള്ളത് പൗലോസിനോട് പറഞ്ഞ വാഗ്ദത്തമാണ്. ഇതൊരു പ്രവാചകൻ പറഞ്ഞ ശബ്ദമല്ല, ദൈവശബ്ദം നേരിട്ട് കേട്ടവനാണ്. പൗലോസിനറിയാം, ദൈവം എന്ന് പറഞ്ഞാൽ അത് ദൈവം ചെയ്തിരിക്കും. ദൈവത്തിൻ്റെ പ്രത്യേകത അതാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ജീവിതത്തിൽ മനസ്സിലാക്കേണ്ട യാഥാർത്ഥ്യം, നമ്മുടെ ജീവിതയാത്ര ലക്ഷ്യം തെറ്റി അലയുവാനല്ല, പിന്നെയോ നമ്മെ ലക്ഷ്യത്തിലെത്തിക്കുന്ന ദൈവം. ഇസ്രായേൽ മക്കളുടെ പ്രയാണത്തെക്കുറിച്ച് നമുക്കറിയാം. സങ്കീർത്തനക്കാരൻ പറയുന്നു, അവർ ആഗ്രഹിച്ച തുറമുഖത്ത് അവരെ എത്തിച്ചു. പക്ഷേ ആ ആഗ്രഹിച്ച തുറമുഖത്തെത്താൻ ഒത്തിരി പ്രതികൂല സാഹചര്യങ്ങളുടെ ജീവിതത്തിലുണ്ടായി. പ്രതിസന്ധികൾ കടന്നു വന്നു, തകർച്ചകൾ കടന്നു വന്നു, വെല്ലുവിളികൾ കടന്നു വന്നു. പക്ഷേ വചനം പറയുന്നു, അവർ ആഗ്രഹിച്ച തുറമുഖത്ത് ദൈവം അവരെ എത്തിച്ചു. എന്തെല്ലാം ജീവിതത്തിൽ കടന്നു വന്നാലും നാം ഒരു കാര്യം മനസ്സിലാക്കണം, നമ്മെ ലക്ഷ്യത്തിലെത്തിക്കുന്നൊരു ദൈവമുണ്ട്. പ്രിയ സുഹൃത്തെ, പഠനം പകുതി വെച്ച് നിന്നു പോകുമോ എന്ന് ചിന്തിക്കുന്ന ആരെങ്കിലും ഞങ്ങളെ കേൾക്കുന്നുണ്ടെങ്കിൽ, ഭാവി ഇരുളടഞ്ഞു പോകുമോ എന്ന് ഭാരപ്പെടുന്ന ആരെങ്കിലും എന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ, എനിക്കിനി ഒരു ജീവിതമുണ്ടാകുമോ എന്ന് ചിന്തിച്ച് ഭാരപ്പെടുന്ന ആരെങ്കിലും എന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ, എൻ്റെ ഈ മാറാരോഗത്തെ സൗഖ്യമാകുമോ, ഞാനതോ മരിച്ചു പോകുമോ, ഇതിലൂടെ ഞാൻ അവസാനിക്കുമോ എന്ന് ചിന്തിച്ച് ഭാരപ്പെടുന്ന ആരെങ്കിലും എന്നെ ശ്രമിക്കുന്നുണ്ടെങ്കിൽ, പ്രിയ സുഹൃത്തേ, ഇല്ല, താങ്കളുടെ ലക്ഷ്യത്തിൽ താങ്കളെ എത്തിക്കും. അത് പൂർത്തീകരിക്കുന്നൊരു ദൈവമാണ്. നിൻ്റെ ആയുഷ്കാലം അവൻ പൂർത്തീകരിക്കുന്ന ദൈവമാണ്. നിന്നെ ഏൽപ്പിച്ച ദൗത്യം നിന്നിലൂടെ നിവർത്തിക്കുവാൻ ദൈവം വിശ്വസ്തനാണ്. ഒരു രോഗത്തിനോ ഒരു പ്രതികൂലത്തിനോ ഒരനർത്ഥത്തിനോ ഒരു കഷ്ടതയ്ക്കോ തകർത്ത് കളയാൻ കഴിയുന്നതല്ല പ്രിയമുള്ളവരെ നമ്മുടെ ജീവിതം. അതൊക്കെ നമ്മുടെ ജീവിതത്തിൽ വരും. പക്ഷേ നമ്മെ എത്തിക്കാമെന്ന് പറഞ്ഞിടത്ത് ദൈവം എത്തിച്ചിരിക്കും. നമുക്കൊരു വിജയത്തിൻ്റെ നാളുകൾ മുൻപിലുണ്ട്. നമുക്കൊരു നല്ല ദിവസം ദൈവം ഒരുക്കിയിട്ടുണ്ട്. നമ്മുടെ തകർച്ച മാറ്റി നമ്മുടെ ജീവിതത്തിൻ്റെ സാഹചര്യങ്ങൾക്ക് വ്യത്യാസം വരുത്തി ലക്ഷ്യബോധമുള്ളവരാക്കി മാറ്റുന്ന ഒരു നല്ല ദൈവം നമ്മുടെ കൂടെയുണ്ട്. പ്രതികൂലമായ കാറ്റ് വന്നാലും, മന്ദമായി ഊതുന്ന തെക്കൻ കാറ്റുകൾ വന്നാലും, ഈശാന മൂലനടിച്ചാലും, കൊടുങ്കാറ്റുകൾ വന്നാലും പതറിപ്പോകേണ്ട സുഹൃത്തുക്കളെ. നിരാശപ്പെട്ട് കഴിയാനുള്ളതല്ല താങ്കളുടെ ജീവിതം. യേശുവിന് വേണ്ടി ഹൃദയം കൊടുക്കുമോ, യേശുവിന് വേണ്ടി സമർപ്പിക്കുമോ, യേശു നിങ്ങളെ ലക്ഷ്യത്തിലെത്തിക്കും. പരാജയപ്പെടുത്തുന്ന ഒരു ദൈവമല്ല. കാരണം എന്താണെന്ന് ചോദിച്ചാൽ, യേശു ഒരിടത്തും പരാജയപ്പെട്ടിട്ടില്ല. ദൈവം തമ്പുരാൻ പരാജയപ്പെട്ട ദൈവമല്ല. അവനെന്നും വിജയിച്ചിട്ടേ ഉള്ളൂ. അവൻ നമ്മെ വിജയിപ്പിക്കുന്ന ദൈവമാണ്. അതുകൊണ്ട് ലക്ഷ്യത്തിൽ നമ്മെ എത്തിക്കുന്ന ആ നല്ല ദൈവത്തിൽ നമുക്ക് പൂർണ്ണമായി ആശ്രയിക്കാം. ഈ വാക്കുകൾ ഇവിടെ അവസാനിപ്പിക്കുമ്പോൾ എന്നെ കേൾക്കുന്ന നിങ്ങളുടെ ജീവിതത്തിൽ പുതിയൊരു തലത്തിലേക്ക് ദൈവം നിങ്ങളെ എത്തിക്കട്ടെ.
ലക്ഷ്യത്തിൽ നിങ്ങളെ എത്തിച്ച് നിങ്ങളുടെ ജീവിതം സന്തോഷപൂർണ്ണമായി തീരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകളെ ഇവിടെ അവസാനിപ്പിക്കുന്നു. സർവേശ്വരനാധികം നമ്മെ ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ.